പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 34-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് വചന ശുശ്രൂഷയെക്കുറിച്ചാണ്. വചനത്തിൻ്റെ മേശയിൽ നിന്നും അപ്പത്തിൻ്റെ മേശയിലേക്ക് നാം പോയാൽ മാത്രമേ അപ്പത്തിൻ്റെ മേശയിൽ വെച്ച് നമ്മുടെ കണ്ണ് തുറക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു നിർത്തിയത്. വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിച്ചാൽ അപ്പം ഭക്ഷിക്കുമ്പോൾ കണ്ണുകൾ തുറന്നു കിട്ടും. ഇതാണ് പറഞ്ഞു നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ നിന്നും എല്ലാം മാഞ്ഞു പോയാലും സിറോ മലബാർ സഭയിലെ കുർബാനയിലെ ക്രമമനുസരിച്ച് അച്ഛൻ സുവിശേഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുമ്പോൾ, മുഖം മറച്ച് വരുമ്പോൾ, ഈശോ നമ്മോട് സംസാരിക്കുകയാണ് എന്നുള്ള ആ ഒരു ഓർമ്മ ഒരിക്കലെങ്കിലും നമ്മുടെ മനസ്സിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ വചനം വായിക്കുന്നതിന് തൊട്ടു മുൻപ് ചൊല്ലുന്ന രഹസ്യ പ്രാർത്ഥനയിൽ കർത്താവായ മിശിഹായെ, നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിയമം എന്ന് പറഞ്ഞാൽ വചനം എന്നാണ് അർത്ഥം. നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ, നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. അത്രമാത്രം ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണത്. ഈ ദൈവവചനത്തിൻ്റെ ആ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അച്ഛൻ ഭക്തിയോടുകൂടി വചനം ചുംബിക്കുകയാണ്. അതൊരാദരവാണ്. പിന്നീട് ആ ഭക്തിയും സ്നേഹവും കാണിച്ചുകൊണ്ട് അച്ഛൻ സുവിശേഷ പ്രസംഗത്തിന് ശേഷം തിരിച്ച് അൾത്താരയിലേക്ക് പോകുമ്പോൾ സഹായികളുടെ ആഘോഷമായിട്ട് വരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്: അച്ഛൻ സുവിശേഷം വായിക്കുവാൻ വന്നപ്പോൾ ഈശോയുടെ പരസ്യ ജീവിതം സ്മരിച്ചത് കൊണ്ടാണ് ആഘോഷപൂർവ്വം തിരികളൊക്കെ കത്തിച്ച് പിടിച്ചു വരുന്നത്. അതേസമയം തിരിച്ചു പോകുമ്പോൾ അങ്ങനെയല്ല, അവിടെ ആഘോഷമില്ല. ഇനി പീഡാനുഭവത്തിലേക്ക് പോരുകയാണ്. അവിടെ ചെന്നതിന് ശേഷം അച്ഛൻ സുവിശേഷ പുസ്തകം അൾത്താരയുടെ വലതുവശത്ത് വയ്ക്കുന്നത് ഈശോ ഉത്ഥാനം ചെയ്ത ഈശോ പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. സുവിശേഷം ഈശോയെ പ്രതിനിധാനം ചെയ്യുന്നതാണല്ലോ, അതാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ വചനം വായിച്ച ശേഷം സുവിശേഷ പ്രസംഗം പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണണം. എല്ലാ ദിവസവും പറയേണ്ടതാണ്. അനേകം വൈദികരങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനും പോകുവാൻ അനേകം പേർ തിരക്ക് കൂട്ടുന്നത് കൊണ്ട് പലപ്പോഴും സുവിശേഷം വായിക്കുന്നതിന് മുൻപ് ഹ്രസ്വമായൊരു ചിന്തയാണ് പങ്കുവയ്ക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. ദൈവത്തിൻ്റെ വചനം അത്രമാത്രം ശക്തിയുള്ളതാണ്, അത്രമാത്രം ഹൃദയസ്പർശിയാണ്. അച്ഛന്മാർ വചനം വ്യാഖ്യാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അച്ഛന്മാരുണ്ടെങ്കിൽ വചനം ഉപയോഗിച്ച് വചനത്തെ വിശദീകരിക്കുകയാണ് വേണ്ടത്. ജനത്തിന് ഇഷ്ടം, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, കുറച്ച് കഥകൾ കേൾക്കാനും കുറച്ച് സംഭവങ്ങൾ കേൾക്കാനുമാണ്. പക്ഷേ വചനം കൊണ്ട് വചനത്തെ വിശദീകരിക്കുവാനായിട്ട് മാക്സിമം ശ്രമിക്കണം. 119-ാം സങ്കീർത്തനത്തിൽ വചനത്തെക്കുറിച്ച് എത്രയോ ഹൃദയസ്പർശിയായ ചിന്തകളാണ് നാം കേൾക്കുന്നത്. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. 103-ാമത്തെ വചനമാണ്. 72-ാമത്തെ വചനം എങ്ങനെയാണ്? ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. അത്രമാത്രം അവിടെ 119-ാം സങ്കീർത്തനം മുഴുവൻ അങ്ങനെയാണ്. അതിൻ്റെ 130-ാമത്തെ വാക്യം, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഞാൻ ഇത്രയും വിശദീകരിച്ചത് ഈ വചന ശുശ്രൂഷ അത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. രാസകുർബാന കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതിനുശേഷം അച്ഛൻ പ്രധാന കാർമ്മികൻ 4 പ്രാവശ്യം അഗാധമായ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നുണ്ട്. അവിടെ കാർമ്മികരും അവസാന ഭാഗത്ത് കൂടുന്നുണ്ട്. ഓരോ വശത്തും 3 വട്ടം വെച്ച് അച്ഛൻ ചുംബിക്കുകയാണ്. അതായത് 4 വശത്തും 3 പ്രാവശ്യം വെച്ച് ചുംബിക്കുമ്പോൾ 4 ഗുണം 3 12 അപ്പസ്തോലന്മാരെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഗത്സമനിലെ ഈശോയുടെ പ്രാർത്ഥനയുടെ പ്രതീകമാണ്. സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തിയവൻ പ്രാർത്ഥിപ്പൂ, റൂഹായെ ക്ഷണിപ്പൂ എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് ഈശോയെ അവിടെ വെച്ച് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ആ രംഗം നമ്മൾ ഇവിടെ സ്മരിക്കുകയാണ്. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്നത്തെ ഈ ധ്യാനത്തിലൂടെ ഈ ദൈവവചനം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു.
പ്രിയപ്പെട്ടവർ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നാം കടക്കുകയാണ്. അച്ഛൻ വചനം വായിച്ച് സുവിശേഷം പ്രസംഗിച്ച് മുകളിലേക്ക് പോകുമ്പോൾ കാറോസൂസ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അതിന് പ്രഘോഷണ പ്രാർത്ഥന എന്നാണ് അർത്ഥം ആക്കുന്നത്. സത്യത്തിൽ ഈ പ്രഘോഷണ പ്രാർത്ഥന എത്ര മനോഹരമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അത് ദൈവവചനത്തിന് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ്. കേട്ട വചനത്തിലൂടെ വെളിവാക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ദൈവസ്നേഹവും കാരുണ്യവും അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അന്ധനെ പോലെ കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചില ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ ദിവസത്തെ കാറോസൂസയ്ക്കകത്ത് മറുപടി ചെല്ലുമ്പോൾ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണം, കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കാറുണ്ട്, എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ചില പള്ളികളിൽ ചെല്ലുമ്പോൾ ആ രണ്ടാമത്തെ കാറോസൂസ എത്ര മനോഹരമാണെന്നറിയാമോ? സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഹയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ആ മാലാഹമാർ നമ്മളെ വന്ന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. രാവും പകലും ദൈവമേ നിന്നെ ഓർമ്മിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ബോധ്യം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ കാറോസൂസ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം ശുശ്രൂഷ ചെല്ലുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മറുപടി എന്താണ്? ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അസാധാരണമായൊരു ശ്രദ്ധയോടുകൂടി നിങ്ങൾ എന്നെ കേൾക്കണം. എന്താണെന്നറിയാമോ? ശുശ്രൂഷി ഈ കാറോസൂസ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈദികൻ അപ്പവും വീഞ്ഞും ഒരുക്കുകയാണ്. അപ്പവും വീഞ്ഞും നമ്മുടെ കാഴ്ച വസ്തുക്കളുടെ അല്ലെങ്കിൽ ബലിവസ്തുക്കളുടെ മുഴുവൻ പ്രതീകമാണ്. നമ്മളെല്ലാം ബലിവസ്തുക്കളായി മാറേണ്ടവരാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാമെന്ന് പറയുമ്പോൾ വൈദികൻ അപ്പവും വീഞ്ഞും ഒരുക്കുന്ന ആ ബലിവസ്തുക്കളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മൾ എവിടെയാണെന്നറിയാമോ? ഇനി അക്കാസായിലും പീലാസായിലുമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈക്കല, ഭൂമിയുടെ പ്രതീകമായ ദേവാലയത്തിന്റെ ഉള്ളിലാണ്. അത് ഹൈക്കല എന്നാണ് പറയുന്നത്. അത് ലോകത്തിന്റെ ഭൂമിയുടെ പ്രതീകമാണ്. പക്ഷേ അച്ഛൻ അപ്പവും വീഞ്ഞും ഇപ്പോൾ ഒരുക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ആ കാറോസൂസ പ്രാർത്ഥനയുടെ സൂചന എന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാമെന്നാണ്. പിന്നെ നമ്മൾ എവിടെയാണെന്നറിയാമോ? നമ്മൾ പിന്നെ ആകാസായിലും പീലാസായിലുമാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ആത്മീയ അനുഭവം കടന്നു വരട്ടെ. അതിനുശേഷം അച്ഛൻ ഓഫർട്ടറി അല്ലെങ്കിൽ കാഴ്ചവയ്പ് പ്രദക്ഷിണം നടത്തുമ്പോൾ അച്ഛൻ ഈ കാസയും പീലാസായും, കാസയിൽ വീഞ്ഞും പീലാസായിൽ തിരുവോസ്തിയും വെച്ചുകൊണ്ട് അച്ഛൻ വരുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും സംവഹിച്ചുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആത്മീയമായിട്ട് ഓർക്കുക. അപ്പോൾ എന്താണ്? ഇതുവരെയും നമ്മൾ പള്ളിയിൽ ഹൈക്കലയിലാണ് നിന്നിരുന്നത്. ഇനി നമ്മുടെ മദ്ബഹായിലാണ്. നമ്മുടെ ശാരീരിക സാന്നിധ്യം, നമ്മുടെ ശരീരം ഹൈക്കലയിലെ ഏതെങ്കിലും ഒരു ബെഞ്ചിലോ കസേരയിലോ അല്ലെങ്കിൽ ആയിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സും ആത്മാവും ഇനി ആ കാസായിലും പീലാസായിലുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും ഇത് നിങ്ങളുടെ ഉള്ളിലേക്കൊരു ബോധ്യമായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരം മാത്രമാണ് പള്ളിക്കകത്തുള്ളത്, നിങ്ങളുടെ മനസ്സും ആത്മാവും ഹൃദയവും ചിന്തകളും ഒക്കെ കാസായിലും പീലാസായിലുമാണെന്ന് ഓർമ്മിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മദ്ബഹായിലാണ്. അവിടെ സ്വർഗവാസികളോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അച്ഛൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുമ്പോൾ 4 പ്രാവശ്യം സീറോ മലബാർ സഭയിലെ കുർബാനയിൽ ഈ കാഴ്ച വസ്തുക്കളിലേക്ക് അല്ലെങ്കിൽ ദിവ്യ രഹസ്യങ്ങളിലേക്കാണ് അച്ഛൻ കരങ്ങൾ കൊണ്ട് ആശീർവദിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തെയാണ് ആശീർവദിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷമതയുമായി, ഒരു ആത്മീയ നിയോഗമായി, വിട്ടുമാറാത്ത ഒരു ആസക്തിയെ കർത്താവേ നീ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിൽ ആസക്തി അവിടെ വിട്ടുപോവുകയാണ്. കാരണം അച്ഛൻ ആശീർവദിക്കുന്നത്, അച്ഛനല്ല ഈശോയാണ് ആശീർവദിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക നിയോഗം, ആരുടെയെങ്കിലും രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൗതിക നിയോഗം എന്തുമായിക്കൊള്ളട്ടെ, ആശീർവാദം വന്ന് വീഴുന്നത് ഇതിലേക്കാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിക്കണം. ഈ കാഴ്ച വസ്തുക്കളിലേക്കാണ്. അവിടെ ആത്മീയ പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മാമോദീസായിലൂടെ ആരംഭിച്ച ബലി നവീകരിക്കേണ്ട സമയമാണ്.
എല്ലാ സമർപ്പിതരും, കേൾക്കുന്ന വൈദികരെ സമർപ്പിതരും നിങ്ങളുടെ സന്യാസവ്രതങ്ങളെ നവീകരിക്കുവാനുള്ള അവസരമായിട്ട് ഇതിനെ കാണണം. ദമ്പതികൾ എന്താണെന്നറിയാമോ? ദേവാലയത്തിൽ വെച്ച് ഒരു ശരീരമായി തീർന്നെങ്കിൽ ആ ദാമ്പത്യ ബന്ധത്തിന്റെ നവീകരണം ഈ നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും എന്ന് പറഞ്ഞ് സമർപ്പിച്ചതിന് ശേഷം ആ നിമിഷം ഒന്ന് ഓർമ്മിക്കണം. ചില ആത്മീയ പിതാക്കന്മാരിങ്ങനെ പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ആത്മാവിനെ നൽകണം, പുത്രനായ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് നമ്മുടെ മനസ്സിനെ നൽകണം, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ശരീരത്തെ നൽകണം. അങ്ങനെ ആ കാസായും പീരാസായും ഉയർത്തി അങ്ങനെ അച്ഛൻ ആശീർവദിക്കുന്ന സമയത്തൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയട്ടെ. സത്യത്തിൽ ഞാനൊരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിച്ചു, പക്ഷെ ഇതിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ മറ്റൊരു കാര്യം എനിക്ക് പറയാമായിരുന്നു, പക്ഷെ അത് പറയുന്നില്ല. കാരണം എന്താണ്? ഈ കാറോസസ പ്രാർത്ഥന, നമ്മൾ ഓരോ പ്രത്യേക കാലത്തെ കാറോസസ പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ അല്പസ്വല്പം വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. മലങ്കര കുർബാനയിലും അല്പസ്വല്പം വ്യത്യാസമൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ, നമ്മൾ നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിന് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് മറക്കുക. രക്ഷാകര പദ്ധതിയിലൂടെ ഈശോ നമുക്ക് നേടിത്തന്ന ആ രക്ഷയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് നിറയട്ടെ. നാളെ പരിശുദ്ധ കുർബാനയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ദേവാലയത്തിലെ ശുശ്രൂഷി, കുർബാനയ്ക്ക് കൂടുന്ന കുഞ്ഞ് ഒരുപക്ഷെ അത്ര സ്ഫുടതയോടുകൂടി വായിക്കാൻ അറിയില്ലാത്ത കുഞ്ഞാണെങ്കിലും ഇത് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാമെന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ ഒരു നിമിഷം ഓർമ്മിക്കണം, നിങ്ങൾ ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്നും ഇതാ മദ്ബഹായിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു വാക്കുപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഹൈക്കലയിൽ നിന്നും മദ്ബഹായിലേക്ക് ഈശോ ഇതാ നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നീട് ആശീർവദിക്കുമ്പോൾ ആ കാസായിലേക്കും ബിലാസായിലേക്കും ആശീർവാദം വീഴുമ്പോൾ നമ്മുടെ നിയോഗങ്ങളിലേക്ക് ആശീർവാദം വീഴുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുക. കർത്താവെ, ഇന്ന് ഈ കുർബാന അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നിന്റെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുരക്തം കൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു. നാളെ കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ മദ്ബഹായിൽ നിൽക്കുന്ന ഒരു അനുഭവം, അവിടെ വെച്ച് ശുദ്ധിയുള്ള ഓർമ്മകൾ മാത്രം, നമ്മളെ വരിഞ്ഞു മുറക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറി മാലാഹമാരോട് ചേർന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തോട് ചേർന്ന് വിശുദ്ധ വിചാരങ്ങൾ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഒരിക്കൽ കൂടി മുദ്ര ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പവനാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യേശുക്രിസ്തു പിതാവിന്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.